ഒരു പുതിയ കെട്ടം തന്ന് സഹായിച്ചതിനും വളരെ സന്തോഷമുണ്ട്. കാറ്റടിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുള്ളൂ. ഇതിനിപ്പോ കാറ്റടിക്കൊന്നും മേടിക്കണ്ടല്ലോ, സുഖമായിട്ട് ഇരിക്കുക. നമ്മളെ സർക്കാർ ഇത്രയും തന്ന് സഹായിച്ചില്ലേ, അതിന്റെ വലിയ പുണ്യം തന്നിട്ടുള്ളൂ. ഇത്രയും നാളായിട്ട് 6-7 മാസമായി എനിക്ക് ഒരു പൈസയും തന്നിട്ടില്ല. ഞാൻ ചോദിക്കുമ്പം പറയുന്നത് ഫണ്ട് വന്നിട്ടില്ല എന്നാ പറയുന്നത്. അടുത്ത ആഴ്ച കിട്ടും, അല്ല അടുത്ത മാസം കിട്ടും. ഇങ്ങനെ കുറേ പ്രാവശ്യം ഞാൻ പോയാലെല്ലാം ഇവർ ഇത് തന്നെ പറയുന്നു, ഇത് തന്നെ പറയുന്നു. ഇതിപ്പോ ശരിക്കും അച്ചായനാണോ സഹായിച്ചത് അതോ സർക്കാരാണോ സഹായിച്ചത്? ഇത് ആരുടെ സഹായമാണ് ഇവര് സ്വീകരിച്ചതെന്ന് നമുക്ക് മനസ്സിലായിട്ടില്ല. ഇതിനോടകം നിങ്ങൾ സംഭവം അറിഞ്ഞിട്ടുണ്ടാവും. ഇതിനകത്ത് വേറെ കുറച്ച് സാധനങ്ങളൂടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതാണ് നമ്മൾ മെയിൻ ആയിട്ട് സംസാരിക്കുന്നത്. സംഭവം എന്ന് പറഞ്ഞാൽ അച്ചായൻസ് ഗോൾഡ്, ടോണി അച്ചായൻ ഇൻസ്റ്റാഗ്രാം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഈ അച്ചായന്റെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണക്കാരെ, അതായത് പാവപ്പെട്ട ആളുകളെ കണ്ടുപിടിച്ച് അവരെ സഹായിക്കുക എന്നുള്ളതാണ് അച്ചായന്റെ പോപ്പുലാരിറ്റി കൂട്ടാനായിട്ട് അച്ചായൻ ഏറ്റെടുത്ത് കൊണ്ടുവന്നൊരു സാധനം എന്ന് പറഞ്ഞാല്. അപ്പൊ ഇപ്പൊ എന്താ സംഭവം എന്ന് പറഞ്ഞാൽ അച്ചായൻ 40-41 വീട് കുടുംബങ്ങൾക്ക് പണിഞ്ഞു കൊടുക്കുന്ന ഒരു സാധനം വരികയും അങ്ങനെ അച്ചായൻ 31ാമത്തെ വീടായിട്ട് ഒരു കുടുംബത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയും അതേ കുടുംബം പിന്നീട് ഒരു സാഹചര്യത്തിൽ മറ്റൊരു ചാനലിൽ വന്നിട്ട് അത് സർക്കാർ തന്ന വീടാണ്, ലൈഫ് പദ്ധതി പ്രകാരം സർക്കാർ തന്ന വീടാണെന്ന് പറയുകയും ചെയ്തു. ഇതാണ് ഇപ്പോ അച്ചായൻ ഇറക്കിയിട്ടിരിക്കുന്ന സാധനം. ഇത് ആദ്യമായിട്ട് റിലീസ് ചെയ്ത സീക്രട്ട് ഏജന്റ് ആണ്. നമുക്ക് വേറെ കുറച്ച് കാര്യങ്ങളോടുണ്ട്. ആദ്യം നമുക്കിത് BGM ഉള്ള വെർഷൻ ഉണ്ട്, BGM ഇല്ലാത്ത വെർഷൻ ഉണ്ട്. BGM ഉള്ള വെർഷൻ ഞാൻ കാണിക്കുന്നില്ല, BGM ഇല്ലാത്ത വെർഷൻ ഫേസ്ബുക്കിലും യൂട്യൂബിലൊക്കെ കിടപ്പുണ്ട്. നമുക്ക് ആദ്യം ഈ വീടിന്റെ ഈ അച്ചായന്റെ ഒരു സെറ്റപ്പ് നമുക്ക് കാണാം. അച്ചായന്റെ സംഭവത്തിലേക്ക് പോകുന്നതിന് മുമ്പേ അച്ചായൻ ഒരു സ്റ്റാറ്റസ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഈ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് ഈ വീഡിയോയുടെ താഴെ ഒരു സാധനം എഴുതി പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. എഴുതി പിടിപ്പിച്ച സാധനം ഇതാണ്: ഒരു കാല് നഷ്ടപ്പെട്ട അച്ഛൻ, പല രോഗങ്ങളിൽ കഷ്ടപ്പെടുന്ന അമ്മ, മക്കൾ ഇല്ലാത്ത ഇവർക്ക് ഒരാഗ്രഹം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കണ്ണടയുന്നതിന് മുമ്പ് ഒരു അടച്ചുറപ്പുള്ള വീട്ടിൽ കഴിയണം. അവരുടെ ആഗ്രഹം സാധിച്ചു നൽകാൻ എനിക്ക്, നോട്ട് ദാറ്റ് പോയിന്റ് യുവർ ഓണർ, എനിക്ക് കഴിഞ്ഞത് വളരെയധികം സന്തോഷം നൽകുന്നു. ഒരു മകനായി എന്നും ഞാൻ അവർക്കൊപ്പം കാണും. ടോണി അച്ചായൻസ് ഗോൾഡ്, കോട്ടയം. അപ്പോ ഈ എനിക്ക് എന്നുള്ള സാധനമാണ് എടുത്തു പറഞ്ഞത്. അതുകൊണ്ട് പുള്ളിക്ക് അത് ചെയ്തു കൊടുക്കാൻ സാധിച്ചു എന്നാണ് പുള്ളി പറയുന്നത്. ഓക്കെ, പുള്ളി ചെയ്തു കൊടുത്തായിക്കോട്ടെ. നമുക്കതിലും ആ വീഡിയോ ഒന്ന് കാണാം. യൂട്യൂബിൽ വന്ന വീഡിയോ, അത് കുറച്ചും കൂടെ ലെങ്ത് ഉള്ള വീഡിയോ ആണ്, ഒരു 4 മിനിറ്റോളം വരുന്നുണ്ട്. അതിന്റെ ഒരു ഭാഗങ്ങൾ നമുക്കൊന്ന് കണ്ടുനോക്കാം. ഞാൻ തുറന്നാൽ മതിയോ? ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ 31ാമത്തെ വീടാണ് നമ്മൾ പണിതിരിക്കുന്നത്. 31ാമത്തെ വീട് തുറന്ന് ഇവരതിനകത്തേക്ക് കയറി, വീടിന്റെ പണികളൊക്കെ അവസാനിപ്പിച്ച് തുറന്നകത്തേക്ക് കയറി എന്നുള്ള രീതിയിലാണ് ഇത് കാണിക്കുന്നത്. നമുക്ക് കാണാം. ഇത് മറ്റേ ഇൻസ്റ്റാഗ്രാമിൽ ഇതിന് പാട്ടൊക്കെ ഉണ്ട് കേട്ടോ, ഇവിടെ പാട്ടില്ല. ചേട്ടാ സാറ് നമ്മളെ കാണാൻ വന്നല്ലേ, ഞാൻ അതൊരു വന്നല്ലോ. കാട്ടാക്കട എന്ന് പറയുന്ന സ്ഥലത്താണ്, തിരുവനന്തപുരം കാട്ടാക്കടയാണ് ഇത്. ഈ ചേട്ടനാണ് ഈ മേല, ചേച്ചിയും ചേട്ടനും വളരെ ബുദ്ധിമുട്ട്. ഈ കുടിയിലാണ് താമസിക്കുന്നത്. ഇവർ ഒരു 5 കിലോ അരി ഏതോ പള്ളിയിൽ നിന്ന് കിട്ടുന്ന അരി കൊണ്ടാണ് ഇവർ ഒരു മാസം തള്ളി നിൽക്കുന്നത്. ഇതൊക്കെയാണ് ജീവിതം എന്ന് പറയുന്നത്. ഇവരിവിടെ സങ്കടം എന്നോട് പറയും. ഇവരെ നോക്കാനോ അന്വേഷിക്കാനോ ഇതുവരെ ഇവിടെ ആരും വന്നിട്ടില്ല. നമുക്ക് ഞാൻ എന്നാ ചെയ്യേണ്ടത്? നിങ്ങൾക്ക് ഏത് സമയത്താണ് ഇത് ജലം പതിക്കുന്നത് അറിയില്ല. ഞങ്ങൾക്ക് ഒരു കുഞ്ഞു വീട് വേണം, അത് സഹായിക്കണം. ഇനി അടുത്ത വരവിൽ നമ്മൾ നല്ലൊരു വീട്ടിൽ ഇവർ കയറി താമസിക്കുന്ന കാണാം. മഴയ്ക്കൊന്നും കൂടെ ഒരു പൂരം എനിക്ക് വേണം. ശരി. ഈ അച്ചായന്റെ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ അച്ചായൻ വളരെ ലക്ഷറി ലൈഫ് പുട്ട് ഔട്ട് ചെയ്ത് ജീവിക്കുന്ന ഒരാളാണ് ഈ അച്ചായൻ. ഈ അച്ചായൻ വരുന്നത് തന്നെ നമ്മൾ കാണുന്നത് BMW, ബെൻസ് പോലത്തുള്ള ലക്ഷറി വാഹനങ്ങളിൽ വന്നു വീട് മുറ്റത്ത് ഇറങ്ങുന്നു. അത് ചുമല്ല, മഞ്ഞ, പച്ച കാറുകൾ. അച്ചായൻ അതേപോലെ തന്നെ പച്ച, നീല, ചോല, പരസ്പര ബന്ധമില്ലാത്ത ഷൂകൾ, അച്ചായന്റെ കുറെ പൂക്കളുള്ള ഷർട്ടുകൾ. ഇങ്ങനെ ഒരു ഭയങ്കര റിച്ച് ലൈഫിൽ നിന്ന് അച്ചായൻ വരുന്നു. സാധാരണക്കാരിൽ സാധാരണക്കാരനായ, പാവപ്പെട്ടവനിൽ തീരെ പാവപ്പെട്ടവനായ, ഒരു നിവൃത്തിയില്ലാത്ത ഒരാളെ ഈ അച്ചായൻ സഹായിക്കുന്നു. ഇത്തരം സാധനം ചെയ്യുന്ന ഒരുപാട് പേര് നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ നോക്കിയാൽ കാണാൻ പറ്റും. ഫോർ എക്സാമ്പിൾ നമ്മൾ പറയുകയാണെങ്കിൽ നിക് ബ്ലോഗ്സ് ഇതുപോലെ ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ്. നമ്മുടെ മല്ലു ഫാമിലി സുജിൻ ഇതുപോലെ ചെയ്യുന്ന ഒരാളാണ്. ഒരുപാട് ആളുകളുണ്ട് റോഡിൽ നിൽക്കുന്ന തീരെ നിവൃത്തിയില്ലാത്ത ആളുകളെ സഹായിക്കുന്നത്. നല്ല കാര്യമാണ്, സഹായിച്ചോളൂ, യാതൊരു പ്രശ്നവുമില്ല. പക്ഷെ സഹായിക്കുമ്പോൾ അവരെ വെച്ചിട്ടാണ് നിങ്ങൾ റീച്ച് ഉണ്ടാക്കുന്നത്. അതിനും ഞാൻ എതിർപ്പൊന്നും പറയുന്നില്ല. അവർക്ക് ആ സഹായം സ്വീകരിക്കുമ്പോൾ അവർക്ക് നിങ്ങളുടെ സോഷ്യൽ മീഡിയയിൽ അല്ലെങ്കിൽ പബ്ലിസിറ്റി ചെയ്യുന്നതിനോട് അവർക്ക് എതിർപ്പില്ലെങ്കിൽ, അവരുടെ പ്രൈവസിയും കൂടെ നമ്മൾ മാനിക്കണം. അവർക്ക് എതിർപ്പില്ലെങ്കിൽ നിങ്ങൾക്ക് അത് പബ്ലിഷ് ചെയ്യാം. പക്ഷെ പബ്ലിഷ് ചെയ്യുമ്പോൾ ഇതിന് കൊണച്ച ഡയലോഗുകൾ ഇരിക്കില്ലേ, ആ കൊണച്ച ഡയലോഗൊക്കെ ഞാൻ മുമ്പോട്ട് പോകുമ്പോൾ കേൾപ്പിക്കാം. നമുക്ക് അച്ചായന്റെ ബാക്കി കാണാം. ഇൻസ്റ്റാഗ്രാം വീഡിയോ നിങ്ങൾ എന്നോട് ചോദിച്ചു എന്നാണ് ഈ കുടിയിൽ നിന്ന് മോചനം കിട്ടുകയെന്ന്, അല്ലേ? ചോദിച്ചില്ലേ? അപ്പം നിങ്ങൾ ഈ പുതിയ ഡ്രസ്സ് ഇട്ടോട് വരണം. എനിക്ക് നിങ്ങളെ പുതിയ വീട്ടിലേക്ക് കൊണ്ടുപോകുമ്പോൾ പുതിയ ഡ്രസ്സ് ഇട്ട് നല്ല മിടുക്കലായിട്ട് വേണം.
ഈ അവസ്ഥയൊന്ന് കാണണം. ബാത്റൂമിന് കഥയില്ല, ഒന്നുമില്ല. ഇതാണ് ഇവരുടെ ബാത്റൂം, ഇതാണ് ഇവരുടെ വീട്. ഇവരുടെ വീട്ടിൽ നിന്ന് ഇവർക്ക് മാറ്റം കൊടുത്തിന് പിന്നെ എന്തിനാ നമ്മളൊക്കെ? അത് ആ വീടിന്റെ അവസ്ഥ അച്ചായൻ തന്നെ കാണിക്കാണ്. അവര് താമസിക്കുന്നത് അടച്ചുറപ്പില്ലാത്ത ഒരു വീട്ടിലാണ്, മേൽക്കൂര പൊളിഞ്ഞു വീഴാൻ സാധ്യതയുള്ള ഒരു വീട്ടിലാണ്, ബാത്റൂം വളരെ 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 പരാജയമായിട്ടുള്ള വീട്ടിലാണ്. അതായത് അവരുടെ സാമ്പത്തിക സ്ഥിതി വളരെ മോശമാണ്. അതോടൊപ്പം തന്നെ പറയുന്നു, ഇവർക്ക് ആരെങ്കിലും പള്ളിയിൽ നിന്നാണ് കൊടുക്കുന്ന 5 കിലോ അരിയിലാണ് ഇവര് ഒരു മാസം തള്ളി നീക്കുന്നത്. സോ ഇവർക്ക് പൈസ തരാൻ ആരുമില്ല, സഹായിക്കാൻ ആരുമില്ല, മക്കളാരുമില്ല. തീരെ നിവൃത്തിയില്ലാത്ത, സാമ്പത്തികമായിട്ട് തീരെ നിവൃത്തിയില്ലാത്ത ഒരു കുടുംബം. നോട്ട് ദാറ്റ് പോയിന്റ് യുവർ ഓണർ. ബാക്കിയാണ് നമ്മുടെ കാർ ഇതുവഴി വരില്ല എന്ന് വെച്ചാൽ അടി തട്ടും. അതുകൊണ്ടാണ് ഓട്ടോയ്ക്ക് വന്നത്. സ്നേഹത്തോടെ സന്തോഷത്തോടെ ഈ താക്കോല് മേടിച്ച് ഞാൻ തുറന്നാൽ മതിയോ? ശരിക്കും പറഞ്ഞാൽ നമ്മുടെ 31ാമത്തെ വീടാണ്. നിങ്ങൾക്കറിയാം, ലാസ്റ്റ് വീട് നമ്മൾ ചെയ്ത് 30ാമത്തെയാണ്. ഇത് 31ാമത്തെ വീടാണ് നമ്മൾ പണിതിരിക്കുന്നത്. ഐശ്വര്യമായിട്ട് അച്ഛൻ പറഞ്ഞ പോലെ തന്നെ വാതിൽ തുറന്ന് ഞാൻ തന്നെ കയറണം. സന്തോഷമായില്ല? വാതില് തുറന്ന് അച്ചായൻ ആദ്യം കയറി കേട്ടോ. നമ്മളെ ദൈവദൂതനായിട്ടുള്ള അച്ചായനാണ് ആദ്യം കയറിയത്. ആ വീട് അച്ചായൻ തുറന്നു. വീടിന്റെ പണികളൊക്കെ കംപ്ലീറ്റ് ആയിട്ട് തീർന്നു. വീണ്ടും നോട്ട് ദാറ്റ് പോയിന്റ് പറയണം, വീടിന്റെ പണി കംപ്ലീറ്റ് ആയിട്ട് തീർന്നു. നല്ലൊരു വീട്, നല്ല വാർക്ക വീട്, ടൈലിട്ട വീട്. ടൈൽ എന്തിനാ ഇട്ടിരിക്കുന്നതെന്ന് അറിയാവോ? അച്ഛൻ ആ നിലത്തൂടെ കുടിയിൽ നിലത്തൂടെ ഇറങ്ങി നടന്നപ്പോൾ ചെളിയും പറ്റി വിഷമിച്ച് നടക്കുന്നതാണ്. ഇപ്പൊ അച്ഛനെ സഹിച്ചില്ല. നിങ്ങൾ ഏത് കാര്യം ചെയ്താലും ആത്മാർത്ഥമായിട്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ. ഇങ്ങോട്ട് കയറി. ഇത് നമുക്ക് ഒരു മുറി, നമുക്ക് അടുത്ത മുറിയിലേക്ക് പോവാം. ഇനി നമുക്കൊരു നല്ലൊരു കിച്ചണും നല്ലൊരു ഹാളും ഉണ്ട്. അപ്പൊ എന്നെ കൊണ്ട് പറ്റാവുന്ന നല്ലൊരു വാർക്ക കെട്ടണം നല്ല രീതിയിൽ നിങ്ങൾക്ക് ഞാൻ തന്നിട്ടുണ്ട്. സന്തോഷമായില്ലേ അച്ഛാ? ചാണാപൊടിയെ വീട്ടിൽ നിന്ന് ഇവിടെ കൊണ്ട് വന്ന നമ്മളെ ഇവിടെ താമസിക്കുകയും ഒരു പുതിയ കെട്ടിടം തന്ന സഹായത്തിനും വളരെ സന്തോഷം. പുതിയ കെട്ടിടം തന്ന് സഹായിച്ചതിനും വളരെ നന്ദി. ഇതാണ് ആ പ്രായമായ മനുഷ്യൻ അച്ചായനോട് പറയുന്ന സാധനങ്ങൾ. പുള്ളിയുടെ മുഖത്ത് ഈ സന്തോഷവും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. അപ്പൊ നമ്മൾ പാല് കാഴ്ച കഴിഞ്ഞല്ലേ അമ്മേ? അമ്മയുടെ കൈ കൊണ്ട് ഈ മകന് ഒരു ഗ്ലാസ് പാലും തന്നു അല്ലേ? സന്തോഷമായില്ലേ? എന്നെ പോലെ തന്നെ നിങ്ങളുടെ മനസ്സിൽ സന്തോഷിക്കാറുണ്ട്. ഓക്കെ, സന്തോഷിച്ചു. അപ്പൊ ഇതാണ് അച്ചായൻ ഇട്ട വീഡിയോ. ഈ വീഡിയോയുടെ പ്രശ്നം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മറ്റൊരു വീഡിയോ പ്രത്യക്ഷപ്പെട്ടു. ആ വീഡിയോ പ്രത്യക്ഷപ്പെട്ട ഡേറ്റ് എന്ന് പറഞ്ഞാൽ എവിടെ ഡേറ്റ് കാണുന്നില്ലോ, ജനുവരി 16, 2026 ഒരു വീഡിയോ പ്രത്യക്ഷപ്പെട്ടു. ഈ വീഡിയോ വന്നത് കവല സ്പീക്സ് എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലാണ് വന്നത്. ഈ വീഡിയോക്കകത്ത് സംസാരിച്ച സാധനം, കേരള ലൈഫ് മിഷൻ പദ്ധതി പ്രകാരം പല കുടുംബങ്ങൾക്കും വീട് നൽകി. കേരള ഗവൺമെന്റ് വീട് നൽകി. ആ വീട് കിട്ടിയവർക്ക് അവരുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്താണ്, അവരുടെ ഇപ്പോഴത്തെ ഒരു മനസ്സിന്റെ സ്ഥിതി എന്താണെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ഇപ്പൊ ക്രിയേറ്റ് ചെയ്ത് വന്നത്. നമ്മുടെ അച്ചായനിട്ട വീഡിയോ നോക്കിക്കഴിഞ്ഞാൽ, ഇത് വീണ്ടും നോക്കിക്കോളൂ. നമ്മൾ ഈ വീഡിയോ വന്നത് ജനുവരി 16, 2026. ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ അച്ചായൻ ഈ വീഡിയോ കൊടുത്തതായിട്ട് ഇട്ട ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ നവംബർ 15, 2025 അച്ചായൻ ഈ ഒരു വീഡിയോ പബ്ലിഷ് ചെയ്തത്. നവംബർ 2025 അച്ചായൻ ആ വീഡിയോ പബ്ലിഷ് ചെയ്തു. അപ്പൊ ആ വീടിന്റെ പണി കംപ്ലീറ്റ് ആയിട്ട് തീർന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ജനുവരി 2026 വരുമ്പോഴത്തേനും എന്താണ് ആ വീടിന്റെ അവസ്ഥ എന്നുള്ളത് ഞാൻ നിങ്ങളെ കാണിക്കാം. അതിനു മുമ്പ് നമുക്ക് ആദ്യം ആ വീഡിയോ ഒന്ന് കണ്ടുനോക്കാം. ഏതാ നമ്മുടെ കവല സ്പീക്സി വന്നത്. 10 മിനിറ്റിൽ ഒരു വീട് ഉയരുന്ന ഒരു പദ്ധതിയുണ്ട്. അതായത് മണിക്കൂറിൽ 6 വീട്, ഒരു ദിവസം ശരാശരി 152 വീടുകളാണ് ഉയരുന്നത്. ആ പദ്ധതിയുടെ പേരാണ് ലൈഫ്. ശരിക്കും കേരളത്തിലെ ഭവനരഹിതർക്ക് ഒരു ആശ്വാസമാണ് ലൈഫ് പദ്ധതി. ഈ ലൈഫ് പദ്ധതിയിലൂടെ കേരളത്തിൽ ഒരുപാട് ആളുകൾക്ക് വീട് ലഭിക്കുന്നുണ്ട്. വീട് പണിയാൻ നിവൃത്തിയില്ലാത്തവര്, സ്ഥലമുള്ളവര്, സ്ഥലവും കിട്ടാൻ നിവൃത്തിയില്ലാത്തവര്, തീരെ സാധാരണക്കാരായിട്ടുള്ളവർക്ക് വേണ്ടി ഈ ലൈഫ് മിഷൻ പദ്ധതി പ്രകാരം വീട് വെക്കാൻ പല പല ഗഡുക്കളായിട്ട് പൈസ കൊടുക്കും. ആ ഗഡുക്കൾ അനുസരിച്ച് ഇവര് വീട് പണിത് തീർക്കുക. അതായത് ഒരു സഹായം എന്നുള്ളതാണ് ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നത്. ഇത് കേരള ഗവൺമെന്റ് വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു പദ്ധതിയാണ്. ഇത് ഞാൻ പറയാതെ നിങ്ങൾക്ക് അറിയാലോ. ബാക്കിയാണ് വീടിന്റെ പണി പൂർത്തിയാവാറായി. ഇപ്പൊ ഏത് സ്റ്റേജിലാണ്? പൂശ കഴിഞ്ഞു? പൂശിക്കൊണ്ടിരിക്കുന്നു. ഇപ്പൊ വീട് വെച്ച സ്ഥലം ഞാൻ പഞ്ചായത്തിൽ നിന്ന് കിട്ടി, പിന്നെ ബ്ലോക്കിൽ നിന്ന് എനിക്ക് ഭൂമിക്ക് കിട്ടി. അങ്ങനെ ചെയ്തു വെച്ച് ഇനി പാല് കാച്ചാറായി. അത് ഒരു സന്തോഷം. പാല് കാച്ചാറായി എന്നല്ലേ പറഞ്ഞത്? പക്ഷെ അപ്പുറത്ത് അച്ചായന് കാച്ചി കൊടുക്കുന്നുണ്ടല്ലോ. ഇതിപ്പോ അച്ചായനാണോ അഭിനയിച്ചത്, ഈ കുടുംബമാണോ അഭിനയിച്ചത്, അതോ ഈ കവല സ്പീക്സ് ആണോ അഭിനയിച്ചത്? ആര് ഇന്നത്തെ യഥാർത്ഥ ആക്ടർ ഓഫ് ദി ഇയർ? എനിക്ക് സംഭവം പിടികിട്ടിയില്ല. ഇത് ഞാൻ പറയാം കേട്ടോ, ഞാൻ കുറച്ചും കൂടെ കാര്യങ്ങൾ പറയാം. ഇല്ല, നമ്മൾ രണ്ടുപേരേ ഉള്ളൂ.
അത്യാവശ്യം ബുദ്ധിമുട്ടുകൾ ആ കഴിയുകയാണ് അത് എന്നാണ് ഇത് ഇപ്പൊ ടാർപ്പുള്ള ഒരാള് 5000 രൂപ തന്നുകൊണ്ട് അത് വാങ്ങിച്ച് കെട്ടി. നമുക്ക് വരുമാനമൊന്നും ഇല്ല, ആരും തരാനും ഇല്ല. അച്ചായം തരാനില്ലയോ? ഇതിനകത്ത് വീണ്ടും ഈ വീടിന്റെ ഒരു അവസ്ഥയും കാര്യങ്ങളൊക്കെയാണ് കാണിക്കുന്നത്. അവർക്ക് വീടിന്റെ ടാർപ്പ് കൊടുത്ത ആളെ വരെ അവർ പരാമർശിച്ചു. പക്ഷെ ഈ അച്ചായന്റെ കാര്യം ഇവര് പറഞ്ഞിട്ടേ ഇല്ല. ഇപ്പോ ഫോർ എക്സാമ്പിൾ ഈ വീട് വെക്കാനായിട്ട് ഗവൺമെന്റ് പൈസ കൊടുക്കുന്നെങ്കിൽ പോലും കുറച്ച് പൈസ നമ്മൾ കയ്യിൽ നിന്നായിട്ട് മുടക്കേണ്ടി വരും. ഒരു പക്ഷെ അങ്ങനെ ഒരു പൈസ ആയിരിക്കും അച്ചായൻ മുടക്കിയത്. പക്ഷെ അങ്ങനെ ഒരു സാധനം അച്ചായൻ പറഞ്ഞിട്ടില്ല, അങ്ങനെ ഒരു സാധനം ഇവരും പരാമർശിച്ചിട്ടില്ല. അച്ചായൻ ആ പറഞ്ഞ വീടിക്കകത്തൊട്ടും അച്ചായൻ തരുവാണ്, അച്ചായൻ കൊണ്ടുപോ, ഉപയോഗിക്കുക, കയറും, താമസിക്കുക എന്നുള്ള രീതിയിലാണ് അച്ചായൻ ആ സാധനത്തിനെ അവതരിപ്പിച്ചത്. സോ ഇത് കേരള ഗവൺമെന്റ് അച്ചായൻ ഏറ്റെടുത്തോ? ഗവൺമെന്റ് അച്ചായന്റെ വീട്ടിലാണോ വർക്ക്? മനസ്സിലായില്ല സംഭവം. കാറ്റടിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇനിയിപ്പോ കാറ്റടിക്കൊന്നും മേടിക്കണ്ടല്ലോ, സുഖമായിട്ട് ഇരിക്കുക. നമ്മളെ സർക്കാർ ഇത്രയും തന്നെ സഹായിച്ചില്ലേ. ഇതിനകത്ത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഈ വീഡിയോ വന്നത് ജനുവരി 2026 അച്ചായന്റെ വീഡിയോ വന്നത് നവംബറിലാണ്, 2025. ഇവിടെ എന്താ കണ്ടോ ഒരു തടിയൊക്കെ വെച്ചേക്കുന്നുണ്ട്. വീടിന്റെ പെയിന്റിങ് പരിപാടികളൊക്കെ നടക്കുന്നതേ ഉള്ളൂ. എപ്പോഴാ? നവംബർ ജനുവരി 2026 റിലീസായ വീഡിയോക്കകത്ത്. ഈ അച്ചായൻ ഇനി വല്ല ടൈം ട്രാവലർ പരിപാടി ഉണ്ടോ? എനിക്ക് പിടികിട്ടിയില്ല കേട്ടോ. അതിന്റെ വലിയ പുണ്യം മരിക്കുന്നവരെ കിടക്കാം. ഇത് നമ്മുടെ അർഹതപ്പെട്ട കാര്യമാണ്, നമുക്ക് കിട്ടേണ്ടത് നമ്മുടെ അവകാശമാണ്. 2 ദിവസം പണി കൂടെ ഉള്ളൂ, പണി കംപ്ലീറ്റ് പൂർത്തിയായി. പിന്നെ ഏതെങ്കിലും നല്ലൊരു ദിവസം നോക്കി കയറുമോ? അച്ചായൻ കയറിയാൽ മതി എന്ന് പറഞ്ഞ അച്ചായനെ വലിച്ച് കയറ്റുന്നുണ്ടല്ലോ, എന്താണോ എന്തോ. ഇത് ഈ കവലാസ്പിക്സ് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിനകത്ത് ഈ വീടിന്റെ ഒരു ഫുൾ വ്യൂ കാണിച്ചപ്പോ ദാണ്ട് ഇവിടെ ഇത് സാമാനമൊക്കെ കെട്ടിയിട്ട് അവര് പെയിന്റിങ്ങും കാര്യങ്ങളും വർക്കുകളും ഒക്കെ നടക്കുന്നതേ ഉള്ളൂ. പക്ഷെ അച്ചായന്റെ വീഡിയോക്കകത്ത് ഇവിടുത്തെ ഈ ഒരു പണി നടക്കുന്ന സെറ്റപ്പ് ഒന്നും നമുക്ക് കാണാനായിട്ട് സാധിച്ചിട്ടില്ല. അപ്പൊ ഇത് എങ്ങനെയാണ് ഇതിന്റെ ടൈം കൊളാപ്സ് ആയെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. എനിക്കിത് മനസ്സിലായത് പാവപ്പെട്ട ആൾക്കാർ അവരുടെ വീടിന്റെ സാഹചര്യവും അവർ താമസിക്കുന്ന സ്ഥിതിയും അവരുടെ ആഹാരത്തിന്റെ നിലവാരവും എല്ലാം നമ്മളെ ഈ അച്ചായനായാലും ഈ ഒരു ചാനലായാലും നമ്മൾ അറിഞ്ഞു. അപ്പൊ അവര് ഒരു പൈസ കൊടുത്ത് സഹായിക്കാം ഒന്ന് അഭിനയിച്ച് തന്നേരെ എന്ന് പറഞ്ഞതുപോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഗവൺമെന്റ് പണിഞ്ഞു കൊടുത്ത സാധനം അല്ലെങ്കിൽ അച്ചായൻ ഞാൻ ലൈഫ് മിഷൻ പദ്ധതി കൊടുത്തതിനകത്ത് ഞാൻ ഇങ്ങനെ സഹായിച്ചു എന്ന് പറഞ്ഞിരുന്നെങ്കിൽ നമ്മളത് അക്സെപ്റ്റ് ചെയ്തേനെ. ഇല്ല, ഫുൾ കഴിച്ച് അച്ചായൻ, ഭാര്യ എറിയ അച്ചായൻ, ഈ ഒരു സെറ്റപ്പാണ് അച്ചായൻ അവിടെ നടത്തിയത്. ഇനി ഈ ലൈഫ് മിഷൻ പദ്ധതിയിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. ലൈഫ് മിഷൻ പദ്ധതിയിലെ ചില പ്രശ്നങ്ങൾ ഞാൻ നിങ്ങളൊന്ന് കാണിച്ചു തരാം. ഇതൊരു 2 വർഷം മുമ്പ് വന്നൊരു ന്യൂസ് ആട്ടോ. ആദ്യം ഇവർ തറ കെട്ടിക്കഴിഞ്ഞിട്ട് എനിക്ക് 40,000 രൂപ തന്നിട്ടുള്ളൂ. ഇത്രയും നാളായിട്ട് 6-7 മാസമായി എനിക്ക് ഒരു പൈസയും തന്നിട്ടില്ല. ഞാൻ ചോദിക്കുമ്പം പറയുന്നത് ഫണ്ട് വന്നിട്ടില്ല എന്നാണ് പറയുന്നത്. അടുത്ത ആഴ്ച കിട്ടും, അല്ലെ അടുത്ത മാസം കിട്ടും. ഇങ്ങനെ കുറേ പ്രാവശ്യം ഞാൻ പോയാലെല്ലാം ഇവർ ഇത് തന്നെ പറയുന്നു, ഇത് തന്നെ പറയുന്നു, പഞ്ചായത്തിൽ പൈസയില്ല, വന്നിട്ടില്ല, ഫണ്ട് വരണം അത്രേ എന്ന് പറയുന്നു. ആകെ മൊത്തം 1.25 ലക്ഷമാണ് ഈ കുടുംബത്തിന് ഇതുവരെയും ലഭിച്ചത്. പക്ഷേ വീടിന്റെ വാർപ്പ് കഴിഞ്ഞപ്പോൾ മാത്രം ചിലവ് 3.5 ലക്ഷം രൂപയായി. 1.25 ലക്ഷം രൂപ ഇട്ടിട്ടുള്ളൂ, 3 ലക്ഷം രൂപയോളം ചെലവായി. സോ ഈ ലൈഫ് മിഷൻ പദ്ധതിയിൽ പണിയുന്ന വീടുകൾക്ക് ഈ വീട് പണിയുന്ന ആൾ ആർക്ക് വേണ്ടിയിട്ടാണ് പണിയുന്നത് അവരും കുറച്ച് പൈസ കയ്യിൽ നിറക്കേണ്ടി വരും. ഒരുപക്ഷെ അച്ചായൻ ഇവർക്കായിരിക്കും പൈസ മുടക്കിയത്, ഇങ്ങനെ മീൻസ് ആ വീട് പൂർത്തിയാക്കാൻ വേണ്ടിയിട്ടായിരിക്കും കാശ് ഇറക്കിയത്. പക്ഷെ എന്നിരുന്നാലും ഈ 5000 രൂപയുടെ ടാർപ്പ മേടിച്ച നാളെ കുറിച്ച് വരെ പരാമർശിച്ച് അവര് ഈ അച്ചായനെ കുറിച്ച് പരാമർശിച്ചിട്ടില്ല. അതെന്തിനാണ് സെറ്റപ്പ് എന്നറിയില്ല. ഞാൻ പറഞ്ഞ പോലെ തന്നെ എനിക്ക് ഈ അച്ചായനിലുള്ള പ്രശ്നം, ഞാൻ ഈ അച്ചായനെ ഫോളോ ചെയ്തിട്ടില്ല. ഞാൻ ഒരുമാതിരി കാണുന്ന എല്ലാവരും പിടിച്ച് ഫോളോ ചെയ്യുന്നതാണ്. അച്ചായനെ ഫോളോ ചെയ്തതിന്റെ കാരണം അച്ചായൻ മുടിഞ്ഞ ഷോ ഓഫ് ആയിട്ട് എനിക്ക് തോന്നിയിരിക്കുന്നത്. നമ്മളൊരാളെ സഹായിക്കുന്ന നല്ലതാണ്, അത് വീഡിയോ എടുത്തിടൂ, മറ്റൊരാൾക്കാർ കാണട്ടെ, അവർ പ്രചരിപ്പിക്കട്ടെ, അവർക്കും അത് ചെയ്യാനുള്ളൊരു ആർജവം ഉണ്ടാവട്ടെ, സഹായിക്കാൻ കെൽപ്പുള്ളവർക്ക് സഹായിക്കാനുള്ളൊരു മനസ്സുണ്ടാവട്ടെ, ഒരു മോട്ടിവേഷൻ ഉണ്ടാവട്ടെ, ഒരു ഇൻഫ്ലുവൻസിങ് സെറ്റപ്പ് തന്നെ ആയിക്കോട്ടെ, യാതൊരു പ്രശ്നമില്ല. പക്ഷെ ഇതിനകത്ത് അച്ചായൻ ചെയ്യുന്ന കുറെ ഐറ്റംസ് കാണുമ്പോൾ അരോചകമായിട്ട് തോന്നും. നിങ്ങൾ ഒരാളെ സഹായിക്കുമ്പോൾ ആ വീഡിയോ പബ്ലിഷ് ചെയ്യുമ്പോൾ അവരുടെയും കൂടെ ഒരു പെർമിഷൻ നോക്കിയാൽ നല്ലതാണ്. കാരണം നിങ്ങൾ റീച്ച് ആവാൻ വേണ്ടി തന്നെയാണ് ഈ സാധനം ഇടുന്നത്. അപ്പൊ അവരെ ഇൻസൾട്ട് ചെയ്യാതിരിക്കുക. അച്ചായന്റെ 1-2 സെറ്റപ്പ് സാധനങ്ങൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അച്ചായന്റെ ചെസ്റ്റ് നമ്പർ 1 അച്ചായന്റെ ചെക്ക് കൊടുപ്പ് കൊണ്ടേ ബാങ്കുകാരുടെ മുമ്പിൽ കൊണ്ടേ എറിഞ്ഞു കൊടുക്ക്. അച്ചായൻ തന്നോന്ന് പറ. 2,86,000. ഇതാണ് അച്ചായന്റെ ഒരു അവതരണ സ്റ്റൈല്. ഇന്ന് ചെക്ക് കൊണ്ടവരുടെ മുഖത്ത് വലിച്ചെറിഞ്ഞു കൊടുക്ക്, അച്ചായൻ തന്നു എന്ന് പറയൂ, 2,86,000 ചെക്ക് എന്നും പറഞ്ഞിട്ടാണ് അച്ചായൻ ഒരു പഴയ നാടക നടന്മാർ ചെയ്യുന്ന രീതിയിലാണ് ഈ സാധനത്തിന് അവതരിപ്പിക്കുന്നത്. ഇത് മാത്രമല്ല, ഞാൻ ചെസ്റ്റ് നമ്പർ 2 കൂടെ കാണിക്കാം, അതുകൂടെ കണ്ടുപോകൂ. കാശ് എറിയുവാണ് ഞാൻ എല്ലാ പാവങ്ങൾക്കും. കാശൊന്നും നാളെ ഉണ്ടാവുകയില്ലോ എന്ന് ചിന്തിക്കുന്നില്ല. വെള്ളം കുടിച്ച് ജീവിക്കുകയാണ് കുറെ പാവങ്ങൾ. ഇവരെ അങ്ങനെ ജീവിക്കാന്ന് പറഞ്ഞാൽ അച്ഛനുണ്ടോടാ ഭൂമിയിൽ? അച്ഛനോടൊപ്പം അങ്ങനെ പറ്റുവാടാ? ഞാൻ പറഞ്ഞില്ലേ, വെള്ളം കുടിച്ച് ജീവിക്കുകയാണ് കുറെ പാവങ്ങൾ. ഇവരെ അങ്ങനെ ജീവിക്കാന്ന് പറഞ്ഞാൽ അച്ഛനുണ്ടോടാ ഭൂമിയിൽ? അച്ഛനോടൊപ്പം അങ്ങനെ പറ്റുവാടാ?
അച്ഛൻ ഭൂമിയിലുള്ളപ്പോ പറ്റുമോ? ആരാ ഇവിടെ പറയടാ, അച്ഛനുള്ളപ്പോ പറ്റൂടാ, ഇവിടെ പറയടാ. പിള്ളേരെ പിടിച്ചു നിർത്തിട്ട് അഭിനയിപ്പിക്കുകയാണ്, ഓസ്കാർ അഭിനയം. ഇവിടെ പറയടാ, അച്ഛനുള്ളപ്പോ പറ്റൂടാ, പറയടാ മോനെ, പറയടാ. എന്തൊക്കെയാണോ അച്ഛൻ കാണിക്കുന്ന? അച്ഛൻ ഇതൊന്നുമല്ല, അച്ഛന്റെ മാസം ഡയലോഗ് വരുന്നുണ്ട്, കേൾപ്പിച്ചുതരാം. അയച്ചത് അച്ഛനെ? ദൈവം. അത് കേട്ടില്ല. അച്ഛൻ ഭൂമിയിലുള്ളപ്പോ പറ്റുമോ? ആരാ അയച്ചത് അച്ഛനെ? ദൈവം. അല്ലടാ, അപ്പം ദൈവം അയച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ചെയ്യണ്ടേ? കാശിന് വില കൽപ്പിക്കുന്നില്ലടാ. കാശ് എറിയുവാണ് ഞാൻ എല്ലാ പാവങ്ങൾക്കും. കാശുള്ള ആളെ ഉണ്ടാവുമല്ലോ എന്ന് ചിന്തിക്കുന്നില്ല. പക്ഷേ ഉണ്ടല്ലോ, നിങ്ങളുടെയൊക്കെ പ്രാർത്ഥന, നിങ്ങൾ വരും കാലങ്ങളിൽ നിങ്ങൾ വലുതാകുമ്പോൾ അച്ഛനെ കുറിച്ച് ഓർക്കും. അന്ന് ഞങ്ങൾക്ക് ഒരു അച്ഛനുണ്ടായിരുന്നു. അച്ഛനെ അന്ന് ഞാൻ എന്റെ അച്ചായ പറയുന്നുണ്ടെന്ന് തോന്നരുത്, പട്ടി ഷോയാണ് ഈ ഇറക്കുന്നത്. ആ പിള്ളേരെ പിടിച്ചു നിർത്തി ഇമാതിരി ഡയലോഗ് അടിക്കുന്നത്. അച്ചായൻ കണ്ട ദൈവമാണെന്ന് പിള്ളേരിലേക്ക് എത്തിക്കണം. ഈ ഒരു സാധനമാണ് അച്ചായൻ ചെയ്യുന്നത്. അച്ചായ എനിക്കിത് പലപ്പോഴായിട്ട് അരോചകമായിട്ട് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അച്ചായനെ പ്രത്യേകിച്ച് ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ഒന്നും ചെയ്യാത്തത്. പറയുന്നുണ്ടെന്ന് തോന്നരുത്, അച്ചായ മോശമാണ്, വളരെ മോശമാണ്. ഇമാതിരി നാടക സ്റ്റേറ്റ്മെന്റ്സ് ഒന്നും പറയാതിരിക്കുക. അച്ചായൻ വീട്ടിൽ നിന്ന് എഴുതിക്കൊണ്ട് വരുന്ന സ്ക്രിപ്റ്റ് ആണോ അതോ സ്വരസിദ്ധമായി കയ്യിൽ നിന്ന് വരുന്നതാണോ എന്ന് അറിയത്തില്ല. നിങ്ങൾ കാശുകാരനായിട്ട് ഒരാളാണ്, നിങ്ങൾ തീരെ പാവങ്ങളെ സഹായിക്കുന്നുണ്ട്, നല്ല കാര്യമാണ്, നിങ്ങൾ അഭിനന്ദനങ്ങളെ അർഹിക്കുന്നു. പക്ഷെ അതിനകത്ത് അവരെ വെറും പട്ടിപ്പൂച്ച അടിച്ച് കളഞ്ഞിട്ട് ഞാൻ ഭയങ്കര കിടിലൻ, അച്ഛനെ മോനെ ദൈവം, അച്ഛൻ ആരാ എന്നാ കൊണ്ടേ വലിച്ചത് കൊടുക്കാൻ പറഞ്ഞ മുമ്പ് ഈ പാവങ്ങൾക്ക് വേണ്ടി വലിച്ചെറിയാണ് ഞാൻ. ഇമാതിരി സാധനങ്ങളൊക്കെ നിങ്ങൾ വിചാരിക്കുന്ന ഇമ്പാക്ട് ഉണ്ടാകത്തില്ല. എനിക്കൊരു കോമഡി പീസായിട്ട് തോന്നുന്നത്, നിങ്ങൾ സഹായിച്ച സഹായത്തിനൂടെ മൂല്യം ഇല്ലാതാകുകയാണ്. ഇനി മറ്റേ കുടുംബത്തിന് എങ്ങനെയാണ് മുതലെടുത്തതെന്ന് അറിയത്തില്ല. അതെല്ലാം ഭാവിയിൽ പുറത്തു വരട്ടെ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ കമന്റുകളായി രേഖപ്പെടുത്തു. അങ്ങനെ അടുത്തൊരു നന്മമരവും വീണിരിക്കുകയാണ്. പക്ഷെ വീണാനൊന്നും എനിക്ക് താല്പര്യമില്ല കേട്ടോ. പുള്ളി എന്തൊക്കെ പറയാൻ ധൈര്യം ഉണ്ടായിരിക്കില്ലേ, എനിക്കറിയില്ല. മറ്റു വീട്ടാണെന്നറിയാം.